ഹലോ ഗൈസ്, വെൽക്കം ടു ജേസൽഡോക്സ്. ഗൈസ്, നമ്മളിപ്പോൾ രാത്രി സമയം രാത്രി എത്രയായി? 10:15 സമയമായി. ഞങ്ങൾ എടപ്പള്ളിന്ന് കളമശ്ശേരിയിലേക്ക് പോവാണ്. ജസ്റ്റ് മോള് അവിടെ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് പോകുന്ന വഴിക്കാണ്. ഓക്കെ, അങ്ങ് കിണറിൻ്റെ അവിടെ പോയിന്നോ? ഹെൽമെറ്റ് അതവിടെ നിന്ന് എടുക്കാം. ഓക്കെ ഗൈസ്, മഴ പെയ്യുന്നുണ്ടോ അവനെ? ഹെൽമെറ്റ് എടുക്കാം. മഴ ലൈറ്റ്. ഓക്കെ, ഞാൻ ആൻറ്റി ഇറങ്ങും, എന്നിട്ട് ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് ഇറങ്ങും. ഗേറ്റ് പൂട്ടാം. നമ്മളിത് പോവാൻ പോവുകയാണ്. ഓക്കെ, പോണ വഴിക്കാണ്. കാല് കറക്റ്റ് വെച്ചാ ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാലേ നമ്മൾ ഡീലക്സ് ഹോട്ടലിൽ കൊടുക്കൂലേ, ഞങ്ങൾക്ക് അവിടെ ഡീലക്സ് ഹോട്ടലിൽ ഒരു ഡ്രൈ ക്ലീൻ ചെയ്ത ഡ്രസ്സ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മോള് ഫ്രണ്ടിലേക്ക് വരണം. ഗട്ടർ ഈ റോഡ് കുറച്ച് കുണ്ടും കുഴിയുള്ള റോഡായതുകൊണ്ട് നമുക്ക് കുറച്ച് കുലുക്കൊക്കെ ഉണ്ടാകും. നിങ്ങൾ ക്ഷമിക്കണം. മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പെടും. പിന്നെ ഗൈസ്, നമ്മുടെ ചില റോഡിലൊന്നും വെട്ടവും വെളിച്ചൊന്നും ഇല്ലാത്ത റോഡാണ്, ക്ഷമിക്കണം. വെട്ടമുണ്ടടാ. അല്ല, ഇവിടെ ഒന്നും ഇല്ലല്ലോ, കണ്ടാ? കുറച്ച് നമ്മള് ചങ്ങമ്പുഴ പാർക്കിന്റെ അതുവഴിയാണ് പോകാൻ പോകുന്നത്. ചങ്ങമ്പുഴ പാർക്ക് അറിയാത്ത അധികം ആൾക്കാരുണ്ടാവൂല. ചങ്ങമ്പുഴ പാർക്ക് എല്ലാവർക്കും അറിയലുണ്ടാവോ? മിക്ക ആൾക്കാർക്കും അറിയാം. എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അയ്യോ, ഭയങ്കര സ്മെല്ല്. അതെ ഗൈസ്, ഇവിടെ എന്തോ വേസ്റ്റിന്റെ വണ്ടിയാ. വേസ്റ്റ് കൊണ്ട് നിൽക്കുന്നത്. അയ്യോ, അവിടെ തന്നെ വന്ന് ബ്ലോക്ക് ആയി. അണ്ണാ, നിങ്ങൾ മേളിൽ കൂടെ പറന്നു. നിങ്ങൾ നോക്കൂ ഗൈസ്. അയ്യോ, അണ്ണ വേഗം പോണ്ട. ഭയങ്കര സ്മെല്ല്. ഞങ്ങള് പറക്കൊക്കെയാണ് ഗൈസ്. നോക്ക് നിങ്ങൾ. ഒരു കൈ കൊണ്ട് പിടിച്ചു ആന്റിയെ കേട്ടോ. ഞാൻ നല്ല ടൈറ്റി പിടിച്ചേക്കണേണ്. പിന്നെ ഗൈസ്, നമ്മള് ഫോണല്ല, നീ വീഴരുതെന്ന്. ഫോൺ വീണാല് വായിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വീട് എടുക്കണത്. എവിടെ നമ്മളെ കാണാനില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട്, പകുതി മുക്കാലും ഇട്ടിട്ടില്ല. അവിടെ എന്താണ് ഇവര്? അവന് കുരു. ചങ്ങമ്പുഴ പാർക്കിന് അവിടെ വരുമ്പം ക്യാമറ അങ്ങോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റാ. ചങ്ങമ്പുഴ പാർക്ക് എനിക്കറിയില്ല. ഇവിടുന്ന് തിരിയുമ്പോ പാർക്ക് ഇല്ല, ലൈറ്റ് ഇല്ല, എല്ലാം 9:15 ഇവിടെ പൂട്ടും. 9:30 ഇവിടുന്ന്, അല്ല 9:30 ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് പോകും. ആണോ? ഞാൻ ആദ്യമായിട്ടാണല്ലോ അറിയുന്നത്. തിരിച്ചു വരുമ്പോ മിക്കവാറും മഴയായിരിക്കും. അപ്പൊ ഗൈസ്, ഇനി നമ്മുടെ ആന്റി പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒടുക്കത്തെ തണുപ്പും, പിന്നെ ഒടുക്കത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തണുപ്പുണ്ട്. നമ്മുടെ അവിടെ അങ്ങനെ ഇല്ലാത്ത തണുപ്പാണ് ഇവിടെ. നല്ല തണുപ്പുണ്ട്. പിന്നെ നിനക്ക് പിന്നെ കേൾക്കാൻ കുറച്ച് ഇതായിരിക്കും, കാരണം ഇങ്ങനെ കാറ്റടിച്ച് പോണ കാരണം. ഇല്ലടാ, ഇതിലല്ല നമ്മള് കോർഡ്ലെസ് മൈക്ക് വാങ്ങിച്ചേക്കുന്നേ. അപ്പൊ കാറ്റടിക്കുമ്പോ ഇങ്ങനെ കാറ്റടിക്കുന്നത് അങ്ങനെ കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. നോക്കാം, നമുക്ക് വീഡിയോ പിന്നെ പ്ലേ ചെയ്ത് നോക്കുമ്പോ അറിയാൻ പറ്റും. നമ്മള് എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പോകുന്നത്. പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോണത്. കാണിച്ചു കൊടുക്കാം. എത്താറായിട്ടുണ്ട്. വീടല്ല, പള്ളി. നമ്മളിപ്പോ പള്ളി എത്തും, ഇപ്പൊ തന്നെ എത്തും. ഇത് പള്ളിന്റെ ഒരു ഗേറ്റ്, ഇത് ആണ് പള്ളിന്റെ സൈഡ് ഗേറ്റ്, ഇതാണ് പള്ളിന്റെ ഫ്രണ്ട് ഗേറ്റ് ആണിത്. ഇവിടെ പിന്നെ കൊറേ ചെറിയ ചെറിയ ഷീറ്റ് കടകളൊക്കെ ഉണ്ട്. പള്ളി കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ പള്ളി. ആവശ്യത്തിന് വലുതാണ്. ആവശ്യത്തിന് വലുതാണോ? വലിയ ഇങ്ങോട്ടാ. അയ്യോ, ലൈറ്റ് ഓണായിരുന്നു.
എവിടെയാ? ആ ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതിത് എങ്ങനെ പിടിക്കും? എങ്ങനെ പിടിക്കും? ഇവിടെ അവിടെ മരം നിക്കുന്നുണ്ട്. എടപ്പള്ളി പള്ളിന്റെ പുതിയ പള്ളി കാണാൻ പറ്റുന്നുണ്ടോ? ഗേറ്റ് പൂട്ടിയിട്ടേക്കണേണ്. ഗേറ്റ് പൂട്ടിയേക്കോ ഈ സമയമായതുകൊണ്ട്. ഇതിനകത്ത് കൊറേ പഴയ പള്ളി ആ കാണുന്നത്. സൈഡിൽ കാണുന്നത് പഴയ പള്ളിയാണ്. ഇത് പുതിയ പള്ളി. നല്ല ഭംഗിയാട്ടോ. ഇതിനകത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കൊറേ കാണാനും നടക്കാനും. പുതിയ പള്ളിയിലേക്ക് മുകളിലേക്ക് വേണം കേറി പോകാനൊക്കെ. നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ ഇതിന്റെ അതുമല്ല നമുക്ക് ഇങ്ങനെ കേറുമ്പോ തന്നെ കൊറേ എൻജോയ് ചെയ്യാൻ. ഇവിടെ കൊറേ സ്ഥലമുണ്ട് ഇങ്ങനെ. ഇത് കേറുമ്പോ തന്നെ വൈകുന്നേരമാവും. പിന്നെ ഇപ്പുറത്തേക്കാണ് പള്ളി ഉള്ളത്. ഞാനിപ്പോ കാണിച്ചല്ലോ. പിന്നെ ഇത്രയുണ്ട്. റോഡിന് തൊട്ടടുത്താണ്. സ്റ്റേറ്റ് ഹൈവേയില് തൊട്ടടുത്ത്. അതായത് നമ്മുടെ മേളിൽ കൂടി മെട്രോ പോകുന്നുണ്ട്. പള്ളിയുടെ ഈ ഫ്രണ്ട് കാണിക്കും. ഇവിടെ രാത്രിയിൽ എല്ലാരും മെഴുകുതിരി കത്തിക്കുന്നത്. അതെ, ഇവിടെയാണ് രാത്രി എല്ലാരും മെഴുകുതിരി കത്തിക്കുന്നത്. രാത്രിയും പകലും കത്തിക്കും. രാത്രിയിൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. കത്തിക്കും, പകലും കത്തിക്കും. ഇതാണ് നമ്മുടെ പാലം. നമ്മൾ ഇനി പാലം കഴിഞ്ഞാല് ലുലു മാളാണ്. എടപ്പള്ളി ലുലു മാൾ എന്ന് പറയുന്നെങ്കിലും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ശരിക്കും ലുലു മാൾ ഉള്ളത്. പാലം കടന്ന കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാ. പാലം കഴിയണേക്ക് തൊട്ട് മുമ്പ് തന്നെയാണ് നമ്മുടെ ലുലുമാള്. ലുലുമാള് മെട്രോ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. താഴെ ഗ്രൂപ്പിന്റെ ലുലുമാളിന്റെ അത് ലുലുമാളല്ല, അത് ലുലുമാളാണ്. ഇതാണ് അതിന്റെ ലുലുമാള്. ഇത് അത് അതിന്റെ പാർക്കിംഗ് ഏരിയ ആണ്. എടാ എന്തായാലും അത് ലുലുമാളല്ലേ. ലുലുമാളുടെ പാർക്കിംഗ് അപ്പുറത്തല്ലേ. ലുലുമാളുടെ മെട്രോ ഇത് കാണിച്ചു കൊടുത്ത കനാല്. അത് കനാല് കഴിഞ്ഞിട്ട് ഇവിടെ മണമാണ്. ലുലുമാളിൽ എല്ലാരും വരണം. ഇങ്ങനെ തിരിച്ചു പിടിക്കണേ. തിരിച്ചു പിടിച്ചേക്കണേ. അവിടെ മേളിലാണ് നമ്മുടെ പ്ലേയിങ് സാധനങ്ങളൊക്കെ. അതൊക്കെ അകത്ത് കയറുമ്പോഴല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. ഓ ഇതെല്ലാം പെരുന്നാളിന്റെ എല്ലാം അഴിച്ചു മാറ്റി. നല്ല ഭംഗിയായിരുന്നു ആ സമയത്ത്. പെരുന്നാളിന്റെ മറ്റേ ഈദിന്റെ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു. മാരിയറ്റ് ഹോട്ടലിലേക്ക് പോകുന്ന ഇതുവഴി കാണിക്കണേ. മാരറ്റ് അല്ലേ? മാരിയറ്റ്. എനിക്കുണ്ടല്ലേ. ഈ ഫ്രണ്ടിലോട്ട് കാണിച്ച് തിരക്ക് അങ്ങ് പോക്ക്. ഒരു ഇച്ചിരി ഇടതാണ്. ഭയങ്കര തിരക്കാണ്. എല്ലാരും വിചാരിക്കും ബ്ലോക്കിന് വീഡിയോ പിടിച്ചോണ്ട് പോണേന്നൊക്കെ വിചാരിക്കും. അങ്ങ് വരെ ബ്ലോക്കാ. ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേണ്ടി നമ്മൾ എന്തും ചെയ്യല്ലേ. കുറച്ച് നമുക്കേ ഡീലക്സ് ഹോട്ടലില് ഡ്രസ് കൊടുക്കാം. യൂട്ടേൺ എടുക്കണ്ടേ? യൂട്ടേൺ എടുക്കണം. ഇത് ടോളല്ലേ ഇത്? അതെ, ടോളായതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. ടോളായതുകൊണ്ട് കുറച്ച് തിരക്കല്ല. ഹൈവേ പാലത്തെ കൂടി വരുന്നവരും അപ്പുറത്ത് ചേരാനല്ലൂർ ഭാഗത്തുനിന്ന് വരുന്നവരും എല്ലാം ഒരുമിച്ച് ഇതിനകത്തോട്ട് വരും. അതുകൊണ്ട് ഇത്ര തിരക്ക്. ഈ പാലം ശരിക്കും വേസ്റ്റാ. പിന്നെ ഇവിടെ ടോളുണ്ട്. പിന്നെ ടോൾ എന്തുണ്ട്? ഇവിടെ ടോളുണ്ട്. ഇത് പണ്ട് ടോൾ ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പൊ ടോൾ ഇല്ല. ഇല്ലല്ലേ? പണ്ട് ടോൾ ഉണ്ടായിരുന്നോണ്ട് ടോളെന്ന് പറയുന്നത്. ഇപ്പൊ ടോളൊന്നും ഇല്ല. ചെറിയ ബ്ലോക്ക്. നമുക്ക് യൂട്ടേൺ എടുക്കണ്ടേ? ഇവിടെ നിന്നല്ല, നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു യൂട്ടേൺ എടുക്കാം. ഇവിടെ നിന്ന് എടുത്താൽ അവിടെ പോകാൻ പറ്റില്ല. നമുക്കൊരു ഡീലക്സ് ഹോട്ടലാണ്. ഇതാണ് നമ്മുടെ ഡീലക്സ്. നമ്മുടെ അല്ല, ഡീലക്സ് ഹോട്ടൽ. നിങ്ങൾ ഇതിലോട്ടാണ് കയറാൻ പോണത്. ഇതാണ് ഡീലക്സ് ഹോട്ടൽ. ഇവിടെ ഇതിന്റെ അകത്തൊരു ക്ലോക്ക് ഉണ്ട്. അടിപ്പം ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അടിപ്പം ക്ലോക്ക് ആണ്. അത് നിങ്ങൾ കാണുന്നോട്ടെ. ഇതാണ് നമ്മുടെ ഞങ്ങൾ വരുന്ന വഴിക്ക് കൊറേ വ്ളോഗ് ഒക്കെ എടുത്തത്. ഇതാണ് നമ്മുടെ ജംഷീദ് ചേട്ടൻ. ചേട്ടൻ എന്താ ഇപ്പൊ എത്രയിലാ പഠിക്കുന്നേ? 6-7 ഇല്ലല്ലേ, ഞാൻ കാണുന്നുണ്ട്. നീ വലിയ ഇൻഫ്ലുവൻസർ ആയിട്ട്
യൂട്യൂബർ ഒക്കെ ആയിട്ട് സെറ്റ് ആവാനാണ് പ്ലാന്. യാ വെക്കേഷൻ കഴിയുമ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടും? അതറിയൂല, അവര് കാണുന്നനുസരിച്ചിരിക്കും. എല്ലാവരും ചാനല് അതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഈ പറയുന്ന രീതിയില് എന്തായാലും സെറ്റ് ആവട്ടെ, ഷെയറാവട്ടെ. ഇതെല്ലാം നമ്മളൊക്കെ മൺമറഞ്ഞു പോയാലും ഇത് കുറെ കിടക്കട്ടെ പിള്ളേർക്കൊക്കെ കാണാൻ വേണ്ടി. തീർച്ചയായും സെറ്റ് ആവട്ടെ, അതാണ് വിചാരിക്കുന്നത്. സെറ്റ് ആവട്ടെ. അതെ ഓക്കെ, അപ്പൊ അതെ. ഞാനിപ്പോ ഫ്രണ്ടില് വന്നിരിക്കുകയാണ്. ചിലപ്പോ എന്റെ ഹൈറ്റ് കാരണം എനിക്ക് കാണാൻ പറ്റില്ല. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ രാത്രിയില്, നല്ല തണുപ്പും. പിന്നെ ഗൈസ് നമ്മുടെ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട്, ജിഞ്ചർ എന്ന് പറയണ. അതാണ് ഗൈസ് നമ്മുടെ ജിഞ്ചർ ഹോട്ടൽ. ഇനി നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോകണം. എനിക്ക് അതിൽ കൂടെ പോകാം, അതിൽ കൂടെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോകാം. പിന്നെ നല്ല രസമല്ലേ കാണാൻ? ജിഞ്ചറിന്റെ ഡിസൈൻ നോക്കൂ ഗൈസ്, എല്ലാ കളറും കൂടി ഇതാണ്. യെല്ലോ, പിങ്ക്, ഓറഞ്ച് എല്ലാം കൂടെ കൂടി ഒരു ഡിസൈൻ ആണ്. പിന്നെ ഗൈസ് ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആദ്യം ഇവിടെ നിങ്ങൾ നെഗറ്റീവ് ഒന്നും വേണ്ട, എല്ലാം പോസിറ്റീവ്. ആന്റി ആ കാറിന്റെ അപ്പുറത്ത് തന്നെ ഒരു ഡ്യൂക്ക് കിടക്കണ്ടായിരുന്നാ? ഇല്ല ഇല്ല, അടിപൊളിയായിരുന്നാ? അടിപൊളിയായിരുന്നാ? ഇടിച്ച് ചമ്മന്തി ആയിട്ടേ. ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കണേ. അല്ലേലും നല്ല വലിയ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വലിയ കാർ. ഇതാണ് കേസ് നമ്മുടെ കളമശ്ശേരി പാലം, ഓവർബ്രിഡ്ജ്. ഓവർബ്രിഡ്ജ്. തന്നെ എത്തും. ക്യാമറ ഇപ്പുറത്തല്ലേ? നമ്മള് നേരത്തെ നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നതിന്റെ ഫ്രണ്ടിൽ കൂടി നമ്മൾക്ക് പോണേ അല്ലേ? റിയലി 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 എക്സാക്ട്ലി. എനിക്ക് രസമുണ്ട് കേട്ടോ ഇങ്ങനെ നിന്റെ അങ്ങോട്ട് പോകാൻ. പക്ഷെ എനിക്ക് ഇറങ്ങണ ഭയങ്കര പേടിയാണ്. ചെറിയ ഇറക്കമല്ലേ? അല്ല, ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ തണുത്ത കാറ്റുള്ളത് നല്ല പോകാൻ തോന്നായിരിക്കും. ഇങ്ങനെ തന്നെ ഓടിച്ചോടിച്ച് വീട്ടിലോട്ടേ പോകാൻ തോന്നണില്ല. ശരിക്കും രാത്രിയിൽ ഇങ്ങനെ സ്കൂട്ടറിൽ ഓടിച്ചു പോകാൻ നല്ല രസമുണ്ടല്ലേ? എടാ നമ്മളെ കാണുന്നില്ല, കാണുന്നുണ്ട്. അതിന്റെ ഭയങ്കര റിലാക്സ് ആവും അല്ലേ? എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ കൂടെ തോന്നല്ല. രസാണ്. സമയം ലേറ്റ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ അതിലേക്ക് ഒന്ന് കറങ്ങായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ സമയം 10:45. അയ്യാ 10:45 10:40. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 3:45. അമ്മ തിരിച്ചും പോണ്ടേ? ഇനി എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നില്ലാന്ന് തോന്നുന്നു. പെയ്യൂല എന്നാണ് തോന്നുന്നത്. പക്ഷെ തണുപ്പുണ്ട്. രാത്രി ആകുമ്പോ ചിലപ്പോ പെയ്യും, അത് വേറെ കാര്യം. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഫുൾ പവറോടെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു.